വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ ദീപക് തന്നെയാണ്. ദീപക് മരിച്ചു എന്ന വിഷമത്തേക്കാൾ അപ്പുറത്തേക്ക് ദീപകിൻ്റെ അമ്മയുടെ വിലാപമാണ് നമ്മെ ഏറെ വിഷമിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അമ്മയുടെ ആ വീഡിയോ കാണാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഒരമ്മ തൻ്റെ മകൻ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ, എനിക്ക് ആശ്രയിക്കാനുള്ള ഏക മകൻ നഷ്ടപ്പെട്ടു എന്ന് വരുമ്പോൾ ആ മാതാവിനുണ്ടാകുന്ന വേദന അത് വളരെ വലുതാണ്. അത് നമുക്ക് ഒരുപക്ഷെ ഒരു അളവ് പോലുകൊണ്ടും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതിലും അപ്പുറത്താണ്. ആ അമ്മയുടെ വീഡിയോ, ആ വിലാപം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ പ്രചരിപ്പിച്ച യുവതി ഇപ്പൊ ഏത് മാനസികാവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. അവൾക്ക് ഇപ്പോഴും അതിനെ ന്യായീകരിക്കാൻ, അവൾ ഏഷ്യാനെറ്റിലോ മറ്റോ വന്നുകൊണ്ട് ന്യായീകരിച്ചു എന്നാണ് പലരും പറയുന്നത്. അമ്മയുടെ വിലാപം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വാക്കുകളില്ല. നമുക്ക് നിൽക്കാൻ കഴിയില്ല, എന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് അറിഞ്ഞൂടെ എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു ബാബേജി ചെയ്തത്? എന്തിനു ബാബേജി ചെയ്തത്? എന്തിനമ്മ ചെയ്തത്? എന്തിനു സ്വന്തം ചെയ്തത്? അമ്മ നിക്കണത് സമാധാനത്തിലാണ്. ഇന്നെ കൊണ്ടുപോകണം മോനെ. അമ്മന്റെ കുട്ടി, അമ്മന്റെ കുട്ടി, അമ്മന്റെ കുട്ടി, അമ്മന്റെ കുട്ടി. അയ്യോ എന്റെ കുട്ടി പോ. ഇവിടെ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജോലി ആവശ്യാർത്ഥം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലേക്ക് ഒരു ദിവസം യാത്ര ചെയ്യേണ്ടി വരുന്നു. സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് എന്നുള്ളതാണ്. ആ വെള്ളിയാഴ്ച ദിവസം ഇദ്ദേഹം ബസ് മാർഗമാണ് പയ്യന്നൂരിലേക്ക് പോകുന്നത്. പോകുമ്പോഴാണോ വരുമ്പോഴാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായി ഓർമ്മയില്ലെങ്കിലും ഈ ബസ്സിൽ വെച്ച് നടന്ന സംഭവമാണ്. ഈ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനിക്കും, ഏതൊരു ചോറ് തിന്നുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും, ഇദ്ദേഹം വളരെ കരുതിക്കൂട്ടിക്കൊണ്ട് യാതൊരു പ്രവൃത്തിയും ഈ സ്ത്രീയോട് ചെയ്യുന്നില്ല എന്നുള്ളത്. അതായത് ഒരു സ്ത്രീയോടൊരു പുരുഷൻ ബസ്സിൽ വെച്ച് തട്ടുകയോ മുട്ടുകയോ ചെയ്തു പോയെങ്കിൽ, അതായത് വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് ആക്രമണപരമായ രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുന്നതല്ലാതെ, ബസ്സിലൊക്കെ സ്വാഭാവികമായി ബസ് ബ്രേക്ക് ഇടുമ്പോഴും മറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ചലുണ്ടാകുകയും, ഇതൊക്കെ ഒരു ബസ്സിൽ കയറുന്ന ഏതൊരു വ്യക്തിയും നോർമലായി പ്രതീക്ഷിക്കേണ്ട ചില വിഷയങ്ങളാണ്. നമ്മൾ അതും കൂടി മനസ്സിലാക്കണം. ഓരോ സംഗതിയുടെ ഓരോ യാത്രക്കും ഓരോ രീതിയുണ്ട്. ചിലർ ബസ് യാത്ര സ്വീകരിക്കാത്തതിന് ഉള്ള ചില കാരണങ്ങൾ കൂടി ഇതാണ്. തട്ടുകയും മുട്ടുകയും സ്വാഭാവികമായി ചെയ്യുന്ന ഒരു യാത്രാ രീതിയാണ് ബസ് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്വാഭാവികമായി തട്ടുന്നതിനപ്പുറത്തേക്ക് തന്നെ ആക്രമിക്കണമെന്ന് കരുതി, തന്നെ ലൈംഗിക ചുവയോടുകൂടി തന്നെ സ്പർശിക്കണമെന്ന് കരുതി ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. അത്തരത്തിൽ തന്നെ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ച് ഒന്ന് തട്ടിപ്പോയി എന്ന് തോന്നിയാൽ ആദ്യം നാം ചെയ്യേണ്ട വിഷയം എന്താണ്? അദ്ദേഹം തട്ടിപ്പോയതാണോ തട്ടിയതാണോ എന്ന് നാം തന്നെ, നിങ്ങൾ ഒന്ന് സംയമനം പാലിക്കണം, നിങ്ങൾ കുറച്ചൊന്ന് മാറി നിൽക്കൂ എന്ന് അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കാം. എന്നിട്ടും അദ്ദേഹം ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ പരിസരത്തുള്ളവരോട് പറയുകയോ അദ്ദേഹത്തോട് ആക്രോശിക്കുകയോ, ഇനി വീഡിയോ എടുക്കുകയാണെങ്കിൽ തെളിവിന് പോലീസിന് സമർപ്പിക്കുവാൻ വേണ്ടി വീഡിയോ എടുക്കുകയോ മറ്റൊക്കെയും ചെയ്യേണ്ടത്. ഇവിടെ ഈ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും, ഈ വീഡിയോയിൽ തനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി താൻ ഒന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല, തനിക്ക് റീച്ചിന് വേണ്ടി മാത്രം അദ്ദേഹം അറിയുക പോലും ചെയ്യുന്നില്ല എന്ന് വീഡിയോയിൽ കൃത്യമായി മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം, ഈ ഒരു സ്ത്രീ വീഡിയോ എടുക്കുന്നത് അറിയുക പോലും ചെയ്യുന്നില്ല എന്ന മട്ടിലാണ് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഈ വീഡിയോ എടുത്ത യുവതിയുടെ ഏക പരാതി അപ്പോഴുണ്ടാവുക, ഇത് റീച്ചിന് മാത്രം പോരല്ലോ, കുറച്ചുകൂടി കണ്ടന്റ് ഈ വീഡിയോയിൽ കുടുങ്ങണമായിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് പോലെയാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്. ഞാൻ ആ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനോ മറ്റോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ ചെയ്ത തെറ്റ് നമ്മൾ ആവർത്തിക്കുന്നതിൽ എന്ത് ശരിയാണുള്ളത്? തീർച്ചയായും പല സോഷ്യൽ മീഡിയയിൽ പല വീഡിയോ ചെയ്യുന്നവരൊക്കെ അത് റിപ്പീറ്റായി അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തൊരു വിഡ്ഢിത്തമാണ്! ഇത്തരം സ്ത്രീകൾ റീച്ചിന് വേണ്ടി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് തന്നെ ചില ഞരമ്പ് രോഗികളായ പുരുഷന്മാരാണ് അതിൻ്റെ ഉത്തരവാദി എന്നാണ് ഞാൻ പറയുക. നിങ്ങൾ എന്നെ പുരുഷ വിരുദ്ധനെന്നോ സ്ത്രീ വിരുദ്ധനെന്നോ എന്ത് വിളിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. കാരണം
വീടുകളിൽ നിന്ന് ഒരു വീഡിയോയിൽ ഒരു കണ്ടന്റും ഇല്ലാത്ത ചില സ്ത്രീകൾ സൗന്ദര്യവും മറ്റും പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ ഇത്തരത്തിൽ ഈ ബസ്സിൽ നിന്ന് എന്നെ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന ചില യുവതികൾ തന്നെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് അവരുടെ ചാനലുകളിൽ റീച്ചും ലൈക്കും നേടി പണം ഉണ്ടാക്കുന്നവരാണ് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് അവർ തന്നെ അത് പ്രദർശിപ്പിക്കുന്നു, മറ്റൊരു ഭാഗത്ത് എന്നെ തൊട്ടുകളഞ്ഞു, എന്നെ തീണ്ടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചില വ്യക്തികളെ തേജോവധം ചെയ്ത് ഇത്തരത്തിൽ മരണത്തിന് വിട്ടുകൊടുക്കുന്ന പ്രവൃത്തിയും ചെയ്യുന്നു. എല്ലാത്തിനും ഉത്തരവാദി ചില പുരുഷന്മാർ സ്ത്രീകളുടെ പിന്നിൽ കൂടി അവർ എന്ത് കണ്ടന്റ് ഷെയർ ചെയ്താലും അതിന് പിന്നിലങ്ങ് ഓടുക. അതിൽ കണ്ടന്റ് ഉണ്ടോ, അതിൽ കാര്യമായി ഞാൻ കണ്ടിരിക്കേണ്ട, എൻ്റെ സമയം ചെലവഴിക്കേണ്ട എന്തെങ്കിലും വിഷയം അതിലുണ്ടോ എന്നൊന്നും നോട്ടമില്ല. എന്തവർ ഷെയർ ചെയ്താലും സ്ഥിരമായി ഊളത്തരം, എന്ത് വിഡ്ഢിത്തം ചില സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താലും അത് കണ്ടിരിക്കാൻ ചില ആളുകളുണ്ട് എന്നുള്ളതാണ് ഇത്തരം സ്ത്രീകൾക്ക് ദിവസവും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത് എന്ന് പറയാതെ വയ്യ. നിങ്ങൾ എന്നെ എന്ത് വിരുദ്ധനെന്ന് വിളിച്ചാലും സാരമില്ല എന്നുള്ളതാണ്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ നന്നായി വീഡിയോ ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ അടക്കത്തിലും ഒടുക്കത്തിലും കൃത്യമായി തൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർക്ക് എത്ര മാന്യമായാണ് അവർ ഇടപെടുന്നത്. ഇവിടെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ സ്ത്രീ ചെയ്യേണ്ടത് പോലീസിൽ പരാതി നൽകുകയാണ്. അല്ലെങ്കിൽ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടവരോട് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെന്നും ഉള്ള പരാതി അവർ ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കളോടോ മറ്റോ പറയുകയാണ് വേണ്ടത്. അതുമല്ലെങ്കിൽ ഈ യുവാവുമായി ബന്ധപ്പെട്ടവരോട് വേണമെങ്കിൽ പറയാമായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ വളരെ നിസ്സാരമായ ചില വിഷയങ്ങളെ വക്രീകരിച്ച് കാണിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ് നടത്തി ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനില്ലാതാക്കുന്ന പരിപാടിയാണ് ഈ യുവതി കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ യുവതിയുടെ കൂടെ ഈ യുവതിയെപ്പോലുള്ളവർക്ക് റീച്ച് കൂട്ടുവാൻ വേണ്ടി ഇവരെയൊക്കെ ഫോളോ ചെയ്ത് കൂടുന്നവരും ഇതിൻ്റെ ഉത്തരവാദികളാണെന്ന് പറയാതെ വയ്യ. എന്ത് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലും അത് ലോകത്തുള്ള വാട്സപ്പിൽ മുഴുവൻ ഷെയർ ചെയ്ത് അതിനെ ഒരു വൈറൽ വീഡിയോ ആക്കി മാറ്റുന്നതിൽ പങ്കാളിത്തം വഹിക്കുന്ന ചിലർ ഇവിടെയുണ്ട്. അവോയ്ഡ് ചെയ്യേണ്ടതിനെ അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യണം. അതിന് നോ പറയാൻ അറിയാത്ത ഒരു സമൂഹം ചിലപ്പോൾ ഇവിടെയുണ്ട്. എന്തും ഞാൻ കാണും എന്ന് ചില ആളുകൾ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. ചില ആളുകൾ, ചില സ്ത്രീകൾ എന്ത് ഷെയർ ചെയ്താലും വയ്യ, അത് ഞാൻ ഷെയർ ചെയ്ത് സുഹൃത്തിനും മറ്റു ഗ്രൂപ്പുകളിലും ഒക്കെ ഇട്ട് അതിനെ വലിയ വൈറലാക്കി എടുക്കാൻ തീരുമാനിക്കുന്ന ചില ആളുകൾ. ഇവരൊക്കെ ഈ യുവതിയെപ്പോലെ തന്നെ ഈ അമ്മയുടെ വിലാപത്തിന് കുറ്റക്കാരാണെന്ന് പറയാതെ വയ്യ. ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ഒരു അമ്മക്കും അതുപോലെ തന്നെ ഈ ഒരു അച്ഛനിക്കും ദീപകിന്റെ കുടുംബത്തിനും മാത്രമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള യുവതികൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ വ്യക്തി വിവരങ്ങൾ ഇത്തരത്തിൽ തന്നെ ലൈംഗിക ചുഴയോടുകൂടെ തട്ടുകയും മുട്ടുകയും ചെയ്തു എന്ന് പബ്ലിക്കിന് മുന്നിലേക്ക് അദ്ദേഹത്തെ ഇട്ടുകൊടുക്കുമ്പോൾ അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്, അദ്ദേഹത്തിനൊരു മുന്നോട്ടൊരു ജീവിതമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. അല്ലെങ്കിൽ അത്രയും ക്രൂരനായ രീതിയിൽ അവർ നമ്മോട് പെരുമാറിയിരിക്കണം, അത്രയും ധിക്കാരപരമായി അവർ നമ്മോട് പെരുമാറണം. അപ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവണതകൾക്കൊരു ചാൻസ് പോലും ഉള്ളൂ എന്നുള്ളതാണ്. ഇത് വളരെ നിസ്സാരമായ കാര്യങ്ങൾ, അതായത് ഇവിടെ തികച്ചും യുവതി കുറ്റക്കാരിയാണെന്ന് നമുക്ക് പറയാതെ വയ്യ. പലപ്പോഴും ഞാൻ അതിലേക്ക് കൂടുതൽ ഇറങ്ങി സംസാരിക്കുന്നില്ലെന്ന് മാത്രം. കാരണം ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ചോറ് തിന്നുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പം ഐക്യമുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. യുവതി തന്നെ പിന്നീട് വന്ന് പറയുന്നുണ്ട്, ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെ. ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ എടുത്ത് നമ്മളൊക്കെ ദിവസവും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകളാണ്. വീഡിയോ എഡിറ്റ് ചെയ്ത് പല രീതിയിലേക്കും അതിനെ മാറ്റുവാനും മറ്റുമൊക്കെ കഴിയുമെന്നുള്ളതാണ്. സ്പീഡ് കുറക്കുവാനും കൂട്ടുവാനും ചില ഭാഗങ്ങൾ സൂം ചെയ്യുവാനും മറ്റും എല്ലാത്തിനും കഴിയുന്ന ഈ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉള്ള ഈ ഒരു ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എടുത്തൊരു ചെറുപ്പക്കാരനെ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ജീവൻ ഇല്ലാതാക്കിയ യുവതിയൊക്കെ എന്താണ് പറയുക? ഇത്തരം യുവതികളെ ഫോളോ ചെയ്തിരിക്കുന്ന, ഒരു കണ്ടന്റും ഇല്ലാത്ത, തൻ്റെ സമയം ചെലവഴിക്കാൻ ഒരു ബുദ്ധിപരമായ ഒരു വാക്കുപോലും പറയാത്ത ഇത്തരം സ്ത്രീകളെ ഫോളോ ചെയ്തിരിക്കുന്ന, കണ്ടിരിക്കുന്ന, കാണാൻ സമയം ചെലവഴിക്കുന്ന ആളുകളെയും കൂടി
ഇതിൽ കുറ്റക്കാരാക്കാതെ വയ്യ. ഇനിയെങ്കിലും ഇത്തരം ദീപകുമാർ നമ്മുടെ കേരളത്തിൽ ജനിക്കാതിരിക്കട്ടെ എന്ന് തന്നെ വേണം പറയാൻ. തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.